നമുക്കൊരു വിചാരമുണ്ട് ക്രിസ്തീയതയിൽ ആഘോഷങ്ങളൊന്നും പാടില്ലെന്ന്. എന്തൊരു തെറ്റിദ്ധാരണയാണ്. അവൻ്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചത് തന്നെ ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണേ. മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങി വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതൊരു വിവാഹം, ഒരു കുടുംബജീവിതം, ഒരു സൗഹൃദം, ഒരു ആഘോഷം, അവിടെയൊക്കെ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കുന്നിടത്തേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. അവിടെ ഒരു കുറവുണ്ടായി, പരിമിതി ഉണ്ടായി, ദൈവം ഇടപെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ആഘോഷങ്ങൾ നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത്. സന്തോഷത്തോടെ ആയിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ, ആഘോഷങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖം കർത്താവിന് സന്തോഷമാണെന്ന് തിരിച്ചറിയണം. അവിടെ ദൈവിക പദ്ധതിയിൽ നിന്നുള്ള വ്യതിചലനമൊന്നുമല്ല ആഘോഷങ്ങൾ. മനുഷ്യനൊന്ന് സന്തോഷിക്കുന്നു വിചാരിച്ചിട്ടുടനെ കെറുവ് കുത്തുന്നൊരു കർത്താവിനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? സന്തോഷിക്കുക. ഒരു വശത്ത് ആഘോഷങ്ങൾ പൊടി പഠിക്കുന്നുണ്ട്. വന്ന അതിഥികൾ പോലും അറിയുന്നില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതം കറക്റ്റാണ്. നമ്മുടെ ചുറ്റുമുള്ളിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മളൊരു ശ്രദ്ധിച്ചിട്ടില്ല. ആഘോഷങ്ങളുണ്ട്, ആരവങ്ങളുണ്ട്, സംഗീതമുണ്ട്, സന്തോഷമുണ്ട്, പൊട്ടിച്ചിരിയുണ്ട്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ദർ ഇസ് ആൻ എംപ്റ്റിനെസ്. ഉള്ളിലെവിടെയോ ഒരു ശൂന്യത ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാം കഴിഞ്ഞിട്ടും എവിടെയൊരു തൃപ്തിക്കുറവ്, എന്തോന്ന് തികയാത്തതുപോലെ. എല്ലാം കഴിയുമ്പോഴും എന്തോന്ന് നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. സംതിങ് is still empty. എവിടെയോ എന്തോ ഇപ്പോഴും ശൂന്യതയിലാണ് എന്ന് തിരിച്ചറിയണം. ആ ശൂന്യതയെ നമുക്ക് മുമ്പേ തിരിച്ചറിയാൻ മറിയത്തിന് കഴിയും. കുടുംബത്തിൽ എവിടെയോ ഒരു എംപ്റ്റിനെസ് കിടപ്പുണ്ട്. നിന്റെ ശുശ്രൂഷ മേഖലയിൽ എവിടെയോ ഒരു എംപ്റ്റിനെസ്. എല്ലാം ചെയ്യുമ്പോഴും എവിടെയോ ഒരു എംപ്റ്റിനെസ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നും പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എവിടെയോ ഒരു എംപ്റ്റിനെസ്. ആ എംപ്റ്റിനെസ്സിനെ നിന്നെ കൊണ്ടാകുന്നത് പോലെ നിന്നെ കൊണ്ടാകുന്നത് നിറച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് വെച്ച്, ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് വെർ യു നീഡ് ദാറ്റ് ഡിവൈൻ ടച്ച്. കർത്താവിൻ്റെ കരുണയുള്ള സ്പർശനം വേണ്ട നേരമുണ്ട് ജീവിതത്തിൽ. എല്ലാം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് വിചാരിച്ചേക്കരുതേ. ഒരു മൊമെൻ്റ് എത്തും. വൈൻ എത്ര കാശുള്ളവനും ആ നേരത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് മസ്റ്റ് ബി ഫെർമെൻറ്റഡ് അല്ലേ? അത് നമ്മളെ കൊണ്ട് ഞൊടിയിടയിൽ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ ഒരു സ്പർശനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. ആ സ്പർശനമാണ് നമ്മുടെ ശൂന്യതയെ മാറ്റുന്നത്. And it will happen. The Master's touch will make a difference in your life. The Master's touch. ശൂന്യതയാണ്, അപമാനം മുമ്പിലുണ്ട്, നാണക്കേട്, സങ്കടം, കണ്ണീര്. ഒന്നും സങ്കടപ്പെടണ്ട. പറ്റുന്നത് പോലെ ചെയ്തിട്ട് റെസ്റ്റ് കർത്താവിന് മുമ്പിലേക്ക് വെക്ക്. And the Master's touch will bring a difference in your life.